നമ്മളിന്ന് ഉണക്കച്ചെമ്മീൻ ഉലർത്താണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മളിപ്പോൾ 50 ഗ്രാം ഉണക്കച്ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള അത്രയും എടുക്കാം. ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് ഇത് നല്ലപോലെ വറുത്തെടുക്കണം. ഞരടി കൊടുക്കുമ്പോൾ അത് തൊലിയെല്ലാം ഇളകി വരുന്ന ഒരു ടൈപ്പ് ആവും. അതാണ് ഇതിന്റെ പരുവം. ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് നിർത്താം. ഇപ്പോൾ ആ ഒരു പരുവം എത്തിയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിന്റെ തൊലിയും തലയും വാലും എല്ലാം കളഞ്ഞെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മൾ നല്ലപോലെ തന്നെ വൃത്തിയാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതിന്റെ തലയും വാലും അതിന്റെ പുറന്തോടും ഒക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് അതിന് ബാക്കി കിട്ടിയത്. ഇതാണ് അതിന്റെ വേസ്റ്റ്. അതിന്റെ തലയും വാലും പുറന്തോടും ഒക്കെയാണിത്. ഇനി ഇത് നമുക്ക് കഴുകി എടുത്തിട്ട് വരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വറുക്കുന്നതിന് മുമ്പ് തന്നെ നല്ലപോലെ കഴുകിയെടുത്ത് ജസ്റ്റ് ഒന്ന് ഉണക്കിയിട്ട് വറുക്കാം. അതാവുമ്പോൾ പിന്നീട് ഇതുപോലെ നമുക്ക് വറുത്തതിന് ശേഷം കഴുകേണ്ട ആവശ്യമില്ല. കഴുകിയിട്ട് വെള്ളം മാറാനായിട്ട് ഇതുപോലെ ഒരു അരിപ്പയിലാക്കി വെക്കാം. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അത് ചൂടാകുമ്പോഴേക്കും നമുക്ക് ഇതിനെ തട്ടി കൊടുക്കാം. അപ്പൊ നമ്മുടെ ഇതിലുള്ള വെള്ളം മുഴുവനായിട്ട് മാറി കിട്ടും. വെള്ളമെല്ലാം നല്ലപോലെ മാറിയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിനെടുത്ത് ഇനി ഇതിൽ നിന്ന് മാറ്റാം. ഇനി അതേ ചട്ടി തന്നെ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ 2 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. നമ്മളിപ്പോൾ ഒരു വലിയ സവാളയും 6-7 ചെറിയ ഉള്ളിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് ഈ ഒരു സമയം നമുക്ക് ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഈ ഒരു സമയം നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന 3 പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. എല്ലാം നല്ലപോലെ വഴന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. സാധാരണ മുളക് പൊടിയാണെങ്കിൽ 1 ടീസ്പൂൺ ഒക്കെ മതിയാകും. 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഇതിന്റെ പച്ചമണം മാറ്റിയെടുക്കാം. ഒക്കെ മാറിയിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 തക്കാളിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഈ ഒരു സമയം നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള അത്രയും ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. തക്കാളി എല്ലാം നല്ലപോലെ ഇനി വെന്തുടങ്ങി വരണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സമയം തീ കുറച്ചിട്ടിട്ട് ഇതിനെ അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ ചെമ്മീന് കൈ കൊണ്ടൊന്ന് ഞരടി കൊടുക്കണം. കുറച്ചൊക്കെ പൊടിഞ്ഞു കിട്ടണം. കുറെ ഒന്നും പൊടിയാൻ പാടില്ല. ആ ഒരു രീതിക്ക് നമ്മൾ ഞരടി കൊടുക്കുക. നമ്മൾ മതി ഒരുപാടൊന്നും പൊടിക്കണ്ട. ഈ ഒരു സമയം നമ്മുടെ ചെമ്മീൻ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഈ ഒരു സമയം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി വേണ്ടാത്തവരെ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സമയം തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതാണ് ഇതിന്റെ പരുവം. നിങ്ങൾക്ക് ഇനിയും വറുക്കണം അല്ലെങ്കിൽ ഇനിയും ഫ്രൈ ആക്കണമെങ്കിൽ കുറച്ച് സമയം കൂടെ ഇട്ടിക്കുക. അതല്ല നിങ്ങൾക്ക് ലൂസായിട്ടാണ് വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് തിളപ്പിച്ചെടുത്താൽ മതിയേ. നമ്മൾ എന്തായാലും തീ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഉണക്കച്ചെമ്മീൻ ഉള്ളത് റെഡി.